നമസ്കാരം. മറ്റൊരു വാർത്തയുമായി വീണ്ടും ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. വളരെ സന്തോഷമുള്ള മുഹൂർത്തമാണ്. സിനിമകളെല്ലാം നല്ല രീതിയിൽ തിയേറ്ററിൽ റെസ്പോൺസ് ചെയ്യുമ്പോൾ മനസ്സിൽ ഇഷ്ടപ്പെട്ട കുറേ സിനിമകളുണ്ട്. ആ സിനിമകളെല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ ഹിറ്റുകൾ അടിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഹൃദയത്തിന് ശേഷം വിനീത് പ്രൊഡ്യൂസർ വിശാഖ് കൂട്ടുകെട്ടിൽ 50 കോടിയിൽ ഇടം പിടിച്ചിരിക്കുന്നു. വളരെ സന്തോഷമുള്ള വാർത്തയാണ്. അതിപ്പോൾ അണിയറ പ്രവർത്തകരാണ് പുറത്തുവിട്ടിരിക്കുന്നത്. സൗഹൃദവും സിനിമയും പ്രണയവും എല്ലാം ഒത്തുചേർന്ന ഒരു കംപ്ലീറ്റ് പാക്കേജായി തിയേറ്ററുകളിൽ എത്തിയ വിനീത് ശ്രീനിവാസൻ ചിത്രം വർഷങ്ങൾക്ക് ശേഷം വിജയകരമായി പ്രദർശനം തുടരുകയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ ചിത്രം ഇപ്പോൾ 50 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുന്നുള്ള വാർത്ത അണിയറ പ്രവർത്തകർ പുറത്തുവിടുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് അഭിമാനിക്കാവുന്ന മുഹൂർത്തം തന്നെയാണ്. ഒരു മാറ്റവുമില്ല. മലയാളി പ്രേക്ഷകർക്ക് മികവുറ്റ സിനിമകൾ സംഭാവന ചെയ്ത കൂട്ടുകെട്ടാണ് വിനീതിൻ്റെ. അതോടൊപ്പം തന്നെയാണ് വിനീതിന് കൈകോർത്ത് ഏറ്റവും വലങ്കയായി നിൽക്കുന്ന പ്രൊഡ്യൂസർ വിശാഖ്. ഈ കൂട്ടുകെട്ടാണ് ഹൃദയം സൂപ്പർ ഹിറ്റിലേക്ക് എത്തിച്ചത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമ, ആ പേര് പോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ വരികയും അതിലെ 2 കഥാപാത്രങ്ങളാണ് എടുത്തു പറയേണ്ടത്. ആ 2 കഥാപാത്രം ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത കഥാപാത്രം, ആ കൂട്ടുകെട്ടാണ് ഞാൻ പറയുന്നത്, ധ്യാനും പ്രണവും. ഇവരുടെ കഥാപാത്രങ്ങൾ എടുത്തു പറയണം. അതോടൊപ്പം തന്നെ ആ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും ഒന്നിനൊന്നിന് മികവുറ്റ കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 50 കോടിയിലേക്ക് എത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തി നിവിൻ പോളി നിവിൻ പോളിയെ അഴിച്ചു വിട്ടുകൊണ്ടുള്ള ഒരു സ്ക്രിപ്റ്റായിരുന്നു വിനീത് ഒരുക്കിയത്. ആ സ്ക്രിപ്റ്റിൽ അഴിഞ്ഞാടുകയായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ നിവിൻ പോളിയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമ എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ പറയും വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് തന്നെ ഞാൻ പറയും. അതോടൊപ്പം തന്നെയാണ് അജു വർഗീസും ബേസിൽ ജോസഫും. എന്താണ് കാഴ്ചവെച്ചിരിക്കുന്നത് പറയുമ്പോൾ എല്ലാവരും ചെറിയ ചെറിയ വേഷങ്ങളിൽ വന്നവരാണെങ്കിലും അവരൊരു കൂട്ടുകെട്ടുണ്ട്. ആ സ്കൂളാണ്, ആ കോളേജാണ്, ആ കൂട്ടുകെട്ടിലുള്ള എല്ലാവരും ഈ സിനിമയിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഈ സിനിമ വേൾഡ് വൈഡ് റിലീസ് ചെയ്തപ്പോൾ എല്ലാ മലയാളി പ്രേക്ഷകരും, എനിക്ക് അറിയാവുന്ന മലയാളി പ്രേക്ഷകർ, എന്നെ അറിയുന്ന ആളുകൾ എന്നെ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു, സിനിമ സൂപ്പർ ഹിറ്റാണ് കേട്ടോ, നിങ്ങൾ പറഞ്ഞതുപോലെ സൂപ്പർ ഹിറ്റാണ് എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്കും അഭിമാനമുണ്ടായിട്ടുണ്ട്. കാരണം ഈ സിനിമ എല്ലാം വിജയിക്കണമെന്നുള്ള ഒരു കാര്യം മലയാളി പ്രേക്ഷകർക്കുണ്ട്. എല്ലാ സിനിമകളും ഒന്നിനൊന്ന് വിജയിക്കണമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ധ്യാൻ ഉൾപ്പെടെ അഭിനയിക്കുമ്പോൾ സുഹൃത്തും ഇവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. ആ സിനിമ 50 കോടിയിലേക്ക് എത്തുമ്പോൾ എനിക്ക് അതിൽ കൂടുതൽ അഭിമാനമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ധ്യാൻ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ളവർ അഭിമുഖം എടുത്തപ്പോൾ തന്നെ പറഞ്ഞു, ഇതിപ്പോൾ 50 കോടിയിലെത്താം. അന്ന് തന്നെ കോടികൾ ആ ഇൻ്റർവ്യൂ നെഞ്ചോട് ചേർത്ത് പിടിച്ചവരാണ് മലയാളി പ്രേക്ഷകർ. അവർ ഒരുമിച്ചുള്ള ആ ഇൻ്റർവ്യൂസൊക്കെ കണ്ടവർക്കറിയാം. അന്ന് തന്നെ ഈ സിനിമ ഹിറ്റടിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ സിനിമ കണ്ടതിന് ശേഷം അതിനും അപ്പുറത്തേക്ക് ഹിറ്റാണെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. എന്തായാലും ഒരു നിലയിലും ആ സിനിമയ്ക്ക് കുറ്റം പറയാതെ തന്നെ ആ സിനിമ മുന്നോട്ട് പോയെങ്കിൽ അതിൻ്റെ കഥയാണ്, അതിൻ്റെ സംവിധാനമാണ്, അവിടെ അഭിനയിച്ച ഓരോ അഭിനേതാക്കളാണ്, ഇവരെല്ലാം ചേർത്ത് പിടിച്ച പ്രൊഡ്യൂസറാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കോടമ്പാക്കമൊക്കെ സെറ്റിട്ടത് എന്ത് രസമായിരുന്നു. നമ്മൾ പഴയ കാലത്തിലേക്ക് കൊണ്ട് ഈ പഴയ സിനിമ നാനാ വീക്കിലിയിലും വെള്ളി നക്ഷത്രത്തിലൊക്കെ നമ്മൾ വായിച്ചെടുത്തിട്ടുണ്ട്. കോടമ്പാക്കത്തിൻ്റെ ജീവിതമൊക്കെ അതൊക്കെ അരൂർ എന്ന സ്ഥലത്ത് സെറ്റിട്ട് കഴിഞ്ഞപ്പോൾ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ അവിടെയാണോ സെറ്റ്, അതോ പഴയ മദ്രാസിൽ തന്നെയാണോ സെറ്റ് എന്ന് വരെ നമ്മൾ ചിന്തിച്ചു. പിന്നീടാണ് സെറ്റ് ഇവിടെ ഇട്ട കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതിനൊക്കെ കോടികൾ മുടക്കിയിട്ട സെറ്റാണ്. അതെല്ലാം കൃത്യമായി തന്നെ ക്യാമറയിൽ പതിപ്പിച്ച ക്യാമറമാൻ, ആർട്ടിലെ കാര്യങ്ങൾ പറയണം, എല്ലാം ഒന്നിനൊന്ന് മികച്ചതായതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ, ഒരാഴ്ചയിലേക്ക് എത്തുന്നു എന്ന് വേണം പറയാം, ഒരാഴ്ചയ്ക്ക് എത്തുമ്പോൾ 50 കോടിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതൊരു ചരിത്ര സംഭവമാണ്. സിനിമകൾക്കെല്ലാം ഒരു ചരിത്രമുണ്ട്. ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുമ്പോഴാണ് ഒരു സിനിമയുടെ വിജയവും ആ പ്രൊഡ്യൂസർ ഉണ്ടാകുന്ന സന്തോഷം. പക്ഷേ എത്രയോ സിനിമകൾ കളക്ഷൻ കിട്ടാതെ നല്ല സിനിമയെന്ന് പറഞ്ഞു പോകുന്ന കാലഘട്ടങ്ങളും ഉണ്ടായി. എന്നാൽ കഴിഞ്ഞ ഡിസംബർ മുതൽ നേരെ സിനിമ മുതൽ സിനിമയ്ക്കൊരു നല്ല കാലമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. മമ്മൂക്കാടെ പ്രമുഖമാണെങ്കിലും സൂപ്പർ ഹിറ്റ് സിനിമയിലേക്ക് പോയി. അതോടൊപ്പം തന്നെ വലിയ താരങ്ങളൊന്നുമില്ലാതെ പ്രമലു വലിയ ഹിറ്റിലേക്ക് പോയി. മഞ്ഞുമേൽ ബോയ്സ് വലിയ ഹിറ്റിലേക്ക് പോയി. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ആവേശമാണെങ്കിലും ജയ് ഗണേഷ് ആണെങ്കിലും പ്രേക്ഷകരെ ഏറ്റെടുത്ത സിനിമയാണ്. ഒരു സിനിമയെ നമ്മൾ തള്ളിപ്പറയുന്ന കാര്യത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. എല്ലാ സിനിമയും നല്ലതാണ്. പക്ഷേ ഈ സിനിമ 50 കോടിയിലേക്ക് എത്തിയെന്ന് അതിൻ്റെ അണിയറ പ്രവർത്തകർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം പ്രേക്ഷകരോട് പങ്കുവയ്ക്കുക എന്നൊരു ലക്ഷ്യം തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്തായാലും ഇത്തരം സിനിമകളാണ് പ്രേക്ഷകർക്ക് വേണ്ടത്. ഇത്തരം സിനിമകൾ വന്നാൽ മാത്രമേ പ്രേക്ഷകർ തിയേറ്ററിൽ എത്തുകയുള്ളൂ. തിയേറ്ററിൽ എത്തുന്ന പ്രേക്ഷകർക്ക് 150 രൂപ മുടക്കിയാൽ ഒരു 300 രൂപയുടെ ഫലം
ചെയ്ത് സിനിമ കൊടുക്കുന്ന സംവിധായകരും നിർമ്മാതാക്കളും അഭിനേതാക്കളും ഉണ്ടായാൽ മാത്രമേ ഈ ഇൻഡസ്ട്രി നിലനിൽക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇങ്ങനെ ആകണം സിനിമയെന്ന് തെളിയിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച പോലെ ഈ വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്നിനും മെച്ചമായി ചെയ്തിരുന്നത്. അതിൽ നായികയായി വന്ന കല്യാണിയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. ഓരോ കഥാപാത്രവും മികവ് തെളിയിച്ചതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ഒരാഴ്ച എത്തുന്നതിന് മുമ്പ് തന്നെ 50 കോടിയിൽ ഇടം പിടിച്ചെങ്കിൽ ഈ സിനിമയുടെ ഒരു വിജയമാണ്. ഈ സിനിമ വിജയിച്ച എല്ലാവർക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വേണ്ടി ഞാനും ഒരു നന്ദി അറിയിക്കുകയാണ്. സിനിമ കാണാനുള്ളവർ പോയി കാണുക. കണ്ടു കഴിയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും പഴയ കാലത്തിലേക്ക് നമ്മൾ ഓടിയെത്താൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. പഴയ ആ കൂട്ടുകെട്ട്, മോഹൻലാലിൻ്റെയും ശ്രീനിവാസൻ്റെയും കൂട്ടുകെട്ട് നമുക്ക് മക്കളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. അത് ധ്യാനിലൂടെയും പ്രണവിലൂടെയും കാണാൻ കഴിയുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ പറയുന്നത്. ആ സിനിമയ്ക്ക് ഒരു വിജയമുണ്ടായിരിക്കുന്നു. ആ അഭിമാന മുഹൂർത്തമാണ് സിനിമാ ലോകം. അതിൽ പങ്കാളിയാണ് മൂവി വേൾഡ് മീഡിയയും. ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.